ഖത്തറിൽ നടക്കുന്ന മീഡിയ വൺ ഗിഫ്റ്റ് സൂപ്പർ കപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ TJSV തൃശൂർ ഫൈനലിൽ കടന്നു. തൃശൂർ ടീം താരങ്ങൾ മീഡിയ വണ്ണിനൊപ്പം ചേരുന്നു. വെസ്റ്റേൺ യൂണിയൻ സിറ്റി എക്സ്ചേഞ്ച് ട്രോഫിക്ക് വേണ്ടിയുള്ള മീഡിയ വൺ ഗിഫ്റ്റ് സൂപ്പർ കപ്പ് അതിൻ്റെ കലാശപ്പോരിലേക്ക് കടക്കുകയാണ്. പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെയാണ് നിലവിലെ ചാമ്പ്യന്മാരായ TJSV തൃശൂർ ആധികാരികമായി തന്നെ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നു. ശരിക്കും എന്താ തോന്നുന്നത് ഈ ഒരു ഫൈനൽ പ്രവേശനം? വളരെ സന്തോഷമുണ്ട്. വളരെ പ്രൊഫഷണലായിട്ട് നടത്തുന്ന ഒരു ടൂർണമെൻറ്റാണ് ഗിഫ്റ്റ് ടൂർണമെൻറ്റ്. ഞാൻ രണ്ടാമത്തെ തൊട്ടാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ചാമ്പ്യന്മാരാകാൻ പറ്റി, പ്രാവശ്യം ഫൈനലിലേക്ക് പ്രവേശിക്കാൻ പറ്റി. വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും നല്ല കേരളത്തിൽ നിന്ന് ഒരുപാട് പ്ലേയേഴ്സ് വന്ന് കളിക്കുന്ന വളരെ നല്ലൊരു ടൂർണമെൻറ്റിൽ ഫൈനലിസ്റ്റ് ആവുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. തുടർച്ചയായ രണ്ടാം തവണയാണ് നിങ്ങളുടെ ഫൈനൽ പ്രവേശനം. എന്തോന്ന്? വളരെയധികം നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഡെയിലി ക്യാമ്പ് വരുന്നു, വളരെ സന്തോഷമുണ്ട്. തുടക്കം മുതലേ മികച്ച പ്രകടനം. ആദ്യ മത്സരം മുതൽ തന്നെ ഇതുവരെ തോൽവി അറിയാത്ത ഏക ടീമാണ് TJSV. എങ്ങനെയാ ഫൈനലിൽ അടിക്കോ? തീർച്ചയായിട്ടും ഞങ്ങൾക്കുള്ളത് ശുഭപ്രതീക്ഷയാണ്. ഞങ്ങൾ 2 months തൊട്ട് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഞങ്ങളതിന് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ജസ്റ്റ് 1 week ഉണ്ട്. അതിനുവേണ്ടി ഫുൾ പ്രിപ്പയർഡ് ആവാൻ ഞങ്ങൾ ഫൈനലിന് ഞങ്ങൾ റെഡിയാണ്. വലിയ തയ്യാറെടുപ്പോടു കൂടെ തന്നെയാണ് താരങ്ങൾ ഈ മത്സരത്തെ കാണുന്നത്. ഇന്ന് 2 ഗോളുമായി തിളങ്ങിയ സഞ്ജയ് നമുക്കുണ്ട്. സഞ്ജയ്, ഇരട്ട ഗോളാണ് ഇന്നത്തെ 3-2. ഭയങ്കര സന്തോഷം. ഗോളടിക്കാൻ പറ്റിയ ടീമിനെ ജയിപ്പിക്കാൻ പറ്റിയ ഒരു ഭയങ്കര സന്തോഷം. ഫൈനലും ഗോളടിക്കാൻ അപ്പൊ അത് തന്നെയാണ്, ഫൈനലിലും ഗോൾ അടിക്കാൻ സാധിക്കാത്ത. എന്തായാലും ശക്തമായ പോരാട്ടം നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ ഞങ്ങൾ ഫൈനലിൽ എത്തി. ഇനിയിപ്പോൾ 2 ടീം കോഴിക്കോട്. നാളത്തെ കളി ഒരു നിർണായക കളിയാണ്. അത് ആർക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നാളത്തെ കളി അതിഗംഭീരമായി തന്നെ ഉണ്ടാവും. ഞങ്ങളത് വാച്ച് ചെയ്തുകൊണ്ട് ഞങ്ങൾ അതിനുള്ള പ്രിപ്പറേഷൻ 1 week ഞങ്ങൾ എടുക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. എന്തായാലും പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് TJSV ടീം. കിരീടം നിലനിർത്താനാകും എന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. ദോഹ സ്റ്റേഡിയത്തിൽ നിന്നും ഫൈസൽ ഹംസ, മീഡിയ വൺ.